അച്ഛനും അമ്മ ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, വരുമ്പോൾ കഴിച്ചാൽ പോരെ. ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ്. പിടിക്കും. അതെ, അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള്. മനസ്സിലായോ? മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പ കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ? ചേട്ടാ, അതിനിടെ ഹെൽപ്പ്. അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടം. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? പിച്ചി പിച്ചി ഇപ്പൊ പച്ചപ്പുല്ലോ, പച്ച പച്ച പിന്നെ പച്ചപ്പില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ? എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടി ഇതൊക്കെ? ശരിക്കും പറഞ്ഞ അവള് UKG പഠിക്കുമ്പോ ഞാൻ അവളെ നോട്ടിട്ടതാ. UKG തൊട്ടോ? ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. UKGയിലെ പ്രണയം. ഒന്ന് പോ സഞ്ജു. ഇഷ്ടാന്ന് ഞാൻ സമ്മതിച്ചതേ 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ് അത്ര മോശമല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന്. അല്ല, സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ബാക്കി പറ. അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവുമായിരുന്നു. ബാംഗ്ലൂർ പോയാ പിന്നെ US എംബസിയിൽ തനിച്ചു പോവാന്ന് പറഞ്ഞ ചേട്ടനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ കൂടെ പോകാനായിരുന്നു. അതെ, ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങളൊരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അല്ലേ, ഞങ്ങള് ഭയങ്കര സിൻസിയറാണ്. അതെ ചേട്ടാ, ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. അതെ അതെ. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ?